ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുമ്പോൾ എന്നുള്ളിൽ നീ വരണേ. ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുമ്പോൾ എന്നുള്ളിൽ നീ വരണേ. നീ എൻ്റെ ഉള്ളിൽ വന്നിടുമ്പോൾ സന്തോഷമായിടും. ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുമ്പോൾ എന്നുള്ളിൽ നീ വരണേ. നിന്നെ സ്വീകരിക്കാനായൊരുങ്ങുമ്പോൾ എന്നെ വിശുദ്ധിയിൽ കാത്തിടണേ. നിന്നെ സ്വീകരിക്കാനായൊരുങ്ങുമ്പോൾ എന്നെ വിശുദ്ധിയിൽ കാത്തിടണേ. എന്നെ നിന്നോമനയായി മാറ്റണമേ. സന്തോഷമെന്നിൽ നിറയ്ക്കണമേ. എന്നെ നിന്നോമനയായി മാറ്റണമേ. സന്തോഷമെന്നിൽ നിറയ്ക്കണമേ. ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുമ്പോൾ എന്നുള്ളിൽ നീ വരണേ. ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുമ്പോൾ എന്നുള്ളിൽ നീ വരണേ. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിത
തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാകുവാൻ മാറോട് ചേർക്കുവാൻ എന്നെയൊരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാകുവാൻ മാറോട് ചേർക്കുവാൻ എന്നെയൊരുക്കുകയായിരുന്നു. ദൈവസ്നേഹമെത്ര സുന്ദരം. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയിലെ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ തിരുഹൃദയത്തിന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി പ്രതിഷ്ഠിക്കുന്നു. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് അങ്ങയെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. പരിശുദ്ധ അമ്മയുടെ തിരുരക്ത കണ്ണുനീരുകൊണ്ട് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരായി ഞങ്ങളെ മാറ്റണമേ. വളരെ പ്രത്യേകിച്ച് ഈ ദിവസം ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ സ്വർഗീയ ദാനങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തരണമേ. ഞങ്ങൾ ചെയ്യേണ്ടതായ സകല ജോലികളും അലസത കൂടാതെ മടുപ്പ് കൂടാതെ ഉത്സാഹത്തോടെയും തീക്ഷ്ണതയോടെയും നിറവേറ്റുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യവും ഇച്ഛാശക്തിയും ശരീരത്തിനും മനസ്സിനും ഉണർവ് നൽകണമേ. ഈശോയെ, അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ. എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ രോഗങ്ങളിൽ നിന്നും മാനസികവും ശാരീരികമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഒരുക്കമില്ലാത്ത മരണത്തിൽ നിന്നും ഈ കാലത്തുള്ള പകർച്ചവ്യാധികളിൽ നിന്നും എല്ലാ രോഗപീഠകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട സകലരെയും ഈ ദേശത്തെയും
ഈ ദേശത്തെയും ലോകം മുഴുവനെയും സംരക്ഷിക്കണമേ. ഈശോയെ ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ വ്യാപാരങ്ങളും അങ്ങയുടെ മഹത്വത്തിനായും തിരുസഭയുടെ നിയോഗങ്ങൾക്കായും പാപികളുടെ മാനസാന്തരത്തിനായും ഞങ്ങളുടെ തന്നെ പാപപരിഹാരത്തിനായും ശുദ്ധീകരണാത്മാക്കളുടെ മോചനത്തിനായും ഞങ്ങൾ സമർപ്പിക്കുന്നു. ആമേൻ. ആമേൻ. ഓ മറിയമേ, ഇപ്പോഴും നീ ഞങ്ങളുടെ പാതയിൽ തിളങ്ങുന്നു. നീ രക്ഷയുടെയും പ്രത്യാശയുടെയും അടയാളമാണ്. ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു. ഒപ്പം രോഗികളായവരുടെ ആരോഗ്യവും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ വേദനകളിൽ അമ്മേ നീയും പങ്കുപറ്റിയില്ലേ? കഷ്ടതകളിൽ കൂടി കടന്നു പോകുന്ന ഈ ജനതയുടെ രക്ഷയ്ക്ക് വേണ്ടി എന്താണ് വേണ്ടതെന്ന് നിനക്കറിയാം. അമ്മേ, നീ ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം ഗലീലയിലെ കാനായിൽ എന്ന പോലെ ഈ പരീക്ഷണ കാലഘട്ടം കഴിഞ്ഞ് സന്തോഷവും ആഘോഷവും മടങ്ങി വരട്ടെ. പിതാവിൻ്റെ ഹിതത്തിനനുസൃതമായി യേശു ഞങ്ങളോട് പറയുന്നത് ചെയ്യുവാൻ ദിവ്യസ്നേഹത്തിൻ്റെ മാതാവേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സഹനങ്ങൾ സ്വയം ഏറ്റെടുത്ത ക്രിസ്തു പുനരുദ്ധാനത്തിൻ്റെ സന്തോഷത്തിലേക്ക് ഞങ്ങളെ നയിക്കാൻ കുരിശിലൂടെ ഞങ്ങളുടെ വേദനകൾ ഏറ്റെടുത്തു. ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയായ നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു. നിരവധി പരീക്ഷണങ്ങളെ നേരിടുന്ന ഞങ്ങളുടെ അപേക്ഷകളെ ഉപേക്ഷിക്കരുതേ. മഹത്വപൂർണയും അനുഗ്രഹീതയുമായ പരിശുദ്ധ കന്യകയെ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ആമേൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരീ മോദമോടി നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാദൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാദൻ ദിവ്യനീണം വാഴ്ത്തിടുവിൻ. വരനിരയാലൊളി വിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ
നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നന്മലയാം കന്യകതൻ വല്ലഭനീ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുഷ്യനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മരണത്താലേ മാനവനുലകിൽ മംഗളജീവൻ പകർന്നവനേ, മരണമടഞ്ഞു ആനന്ദത്തിൻ പരമകവാടം തുറക്കണമേ. ചിന്നിണബലിയാ ഉന്നത വെളിവാ ശാന്തി ജഗത്തിൽ വിദഗ്ധവനേ, മരണമടഞ്ഞു ആനന്ദത്തിൻ പരമകവാടം തുറക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പൂ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശന സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശന സ്തുതിഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും.
സ്വലോകത്തിൽ സർവേശന സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയമായ തൃത്വത്തിന്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമീൻ. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കണമേ. പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാൽ നാഥ, ആരാരീ ലോകത്തിൽ രക്ഷ നേടും. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു, നീയാണൻ മോക്ഷവും പ്രത്യാശയും. പുലരുവാൻ കാക്കുന്ന കാവൽക്കാരെന്ന പോൽ സകലേശ നിന്നെ ഞാൻ കാത്തിരിപ്പു. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ, ആത്മാക്കൾക്കാശ്വാസം നൽകണമേ. താതനും പുത്രനും റൂഹായ്ക്കുമാദരാൽ കീർത്തന ഗീതികൾ എന്നേരവും. സമാധാനം നമ്മോടുകൂടെ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ അങ്ങയുടെ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമീൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീയരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയിർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും
ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്ക് കേൾക്കണമേ. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ വസിക്കുകയും അരുൾ സമൃദ്ധനാകുകയും ചെയ്യുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങേക്ക് സഹജമായ വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് സ്ലീഹ കൊളോസ്യോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20 മുതലുള്ള തിരുവചനങ്ങൾ. നിന്നെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിനോടൊപ്പം പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ ഇനിയും ലോകത്തിൻ്റേതെന്ന മട്ടിൽ ജീവിക്കുന്നത് എന്തിന്? സ്പർശിക്കരുത്, രുചിക്കരുത്, കൈകാര്യം ചെയ്യരുത് എന്നീ നിബന്ധനകൾക്ക് നിങ്ങൾ വിധേയരാകുന്നത് എന്തിന്? ഉപയോഗിക്കുമ്പോൾ നശിച്ചു പോകുന്നവയെ പറ്റിയുള്ളതാണ് ഈ നിബന്ധനകൾ. ഇവ വെറും മാനുഷികമായ ഉപദേശങ്ങളും സിദ്ധാന്തങ്ങളും അനുസരിച്ചുള്ളവയാണ്. തീവ്രമായ ഭക്തിയും ആത്മനിന്ദയും ആത്മപീഡനവും പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ വിജ്ഞാനത്തിൻ്റെ പ്രതീതി ഇവയിൽ അനുഭവപ്പെടും. എന്നാൽ ജഡികാഭിലാഷങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഇവയ്ക്ക് യാതൊരു മൂല്യവുമില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വിശ്വാസികളെ കേൾപ്പിൻ, സൗഖ്യവുമുയരും പകരും മൊഴികൾ മോദാ. ദൈവകുമാരൻ നരനായി നമ്മെ മോചിതരാക്കി. രോഗം സദയം നീക്കി, മൃതരിൽ ജീവൻ പുനരവനേകി. മോദാൽ പുനരുദ്ധാനം ചെയ്തൊരു നാഥൻ സ്വർഗം പൂകി. മൃതരീ ശബ്ദം കേൾക്കിൽ, ജീവൻ നേടും സ്വർഗം പോകും ചേരിൽ. ഇതു നിരസിക്കിൽ ജീവിപ്പവരും മൃതരായി തീരും. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ 12 ശിഷ്യന്മാർക്കും നിർദ്ദേശം നൽകിയ ശേഷം അവരുടെ പട്ടണങ്ങളിൽ പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനുമായി അവിടെ നിന്ന് പുറപ്പെട്ടു. യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ഈശോയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ട് ശിഷ്യരെ അയച്ച് അവനോട് ചോദിച്ചു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ? യേശു പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹന്നാനെ അറിയിക്കുക. അന്ധന്മാർ കാണുന്നു,
മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാകുന്നു, വ്യതിതർ കേൾക്കുന്നു, മരിച്ചവർ ഉയിർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈശോയെ നന്ദി. സ്നാപകൻ മക്കേരിയൂസ് കാരാഗൃഹത്തിൽ യോർദാൻ നദിയുടെ അക്കരെ ജെറൂസലേമിൻ്റെ പ്രാന്തപ്രദേശങ്ങളെയൊക്കെ ഒരുപക്ഷെ നോക്കിക്കണ്ടുകൊണ്ട് കർത്താവിൻ്റെ പ്രഭാഷണങ്ങളെക്കുറിച്ചും പ്രവർത്തന രീതികളെയൊക്കെ കേട്ടുകൊണ്ട് അവൻ തന്നെ രക്ഷിക്കുമെന്ന ചിന്തയിലോ, അവൻ തന്നെ വന്ന് കാണുമെന്ന ചിന്തയിലോ, അല്ലെങ്കിൽ അവൻ ഈ കാരാഗ്രഹത്തിൽ നിന്ന് തന്നെ വിമോചിപ്പിക്കും എന്ന ചിന്തയിലോ ഒക്കെ ക്രിസ്തുവിനെ കാത്തിരുന്നിട്ടുണ്ടാകണം. ക്രിസ്തു അവനെ പോയി സന്ദർശിച്ചോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ചില രേഖകളിൽ ഈശോയും അമ്മയുമെല്ലാം അവനെ പോയി കണ്ടതായിട്ട് വായിക്കുന്നുണ്ട്. എങ്ങനെയായാലും കുറേ കാലം കഴിയുമ്പോൾ യോഹന്നാനൊരു സന്ദേഹമുണ്ടാകുകയാണ്. ആ സന്ദേഹം തൻ്റെ ശിഷ്യരിലൂടെ ഈശോയുടെ അടുക്കിലേക്ക് അയച്ചിട്ട് അവനോട് തന്നെ ചോദിക്കുകയാണ്, ആർ യു ദ വൺ വാസ് ടു കം ഓർ ഷുഡ് വി വെയിറ്റ് ഫോർ സംബഡി എൽസ്? പരിശുദ്ധാത്മാവ് ഇവൻ്റെ മേൽ ഇറങ്ങി വന്നത് ഞാൻ കണ്ടു. ഇവനാണ് ദൈവത്തിൻ്റെ പുത്രൻ. ഇവന് വഴിയൊരുക്കുവാൻ മരുഭൂമിയിൽ ഒരു ശബ്ദമായി വന്നവൻ മാത്രമാണ് ഞാൻ എന്നൊക്കെ സാക്ഷ്യപ്പെടുത്തിയ യോഹന്നാൻ മരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും ഇവൻ തന്നെയാണോ ക്രിസ്തു എന്നൊരു സംശയത്തിൻ്റെ നിഴലിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. എൻ്റെ ജീവിതം മുഴുവൻ വ്യർത്ഥമായി പോയോ, ജീവിച്ചത് മുഴുവൻ വെറുതെയായി പോയോ ഒരു സന്ദേഹത്തിലേക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന സകല മനുഷ്യരും കടന്നു വരുമെന്നൊരു യാഥാർത്ഥ്യമാണ്. നമുക്കൊക്കെ വളരെയേറെ പ്രിയങ്കരിയായ ഒരു പുണ്യവതി, ഞാനൊക്കെ പല വിചാരത്തോടെ പോലും വിളിച്ചു പോകുന്ന ഒരു പുണ്യവതിയാണ് വിശുദ്ധ കൊച്ചുരേസ്യായ. ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, അറിയാതെ ഇങ്ങനെ വിളിക്കുന്നതാണ്. ചിലപ്പോൾ വിളിച്ചു കഴിയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, കൊച്ചുരേസ്യാണല്ലോ വിളിച്ചത്. അങ്ങനെ ഒരു പുണ്യവതിയുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. കൊച്ചുനാളിലെ പരിചയപ്പെട്ട വളരെ പ്രിയപ്പെട്ട ഒരു പുണ്യവതി. ആ പുണ്യവതിയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. വളരെ കൊച്ചുനാളിൽ തന്നെ ദൈവ സ്നേഹത്തിൽ പരിശീലിപ്പിക്കപ്പെട്ട് മഠത്തിലായിരുന്നപ്പോഴും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെന്ന വണ്ണം ജീവിച്ച ഒരു പുണ്യവതിയാണ്. ആ പുണ്യവതിയുടെ ആത്മകഥ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ആത്മകഥയിലെ അവസാന ഭാഗങ്ങൾ സിസ്റ്റേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടില്ല. ആത്മകഥയിലെ അവസാന ഭാഗങ്ങൾ കൊച്ചുരേസ്യ എഴുതിയത് നമുക്ക് വായിക്കാൻ അങ്ങനെ കിട്ടിയിട്ടില്ല. അടുത്ത നാളിലാണത് പബ്ലിഷ് ചെയ്തത്. കാരണം അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ വായിക്കുന്നവർ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്ന തരത്തിലാണ് പുണ്യവതി എഴുതിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ മരിക്കുന്ന ആ ഒരാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും പുണ്യവതി ചോദിക്കുന്ന ചോദ്യമുണ്ട്, ദൈവമില്ല, ദൈവം ഉണ്ടോ? ഇല്ല എന്നാ തോന്നുന്നത്. ദൈവം ഇല്ല.
എന്നിട്ട് അവൾ പറയുന്നു ഒരു ടെംപ്റ്റേഷൻ ഓഫ് അതെയിസം, ദൈവമില്ല എന്നൊരു ചിന്തയാണ് എനിക്കിപ്പോൾ ഉള്ളത്. അങ്ങനെ ഇല്ല, ദൈവം ഇല്ലായിരിക്കും. ഉണ്ടോ? ആർക്കറിയാം? കൽക്കട്ടയിലെ മദർ തെരേസയുടെയും ഡയറി കുറിപ്പുകളുടെ അവസാന കാലത്ത് അല്ലെങ്കിൽ ജീവിതകാലത്തിന് അവസാനത്ത് മദർ തെരേസ എങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത്? ദൈവം ഉണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആർക്കറിയാം? ഇല്ലാതിരിക്കാനാണ് കൂടുതൽ സാധ്യത. കുരിശിൽ കിടന്ന ഈശോ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, നീ എന്തിനാണ് എന്നെ ഉപേക്ഷിക്കുന്നത്? ഇതൊക്കെ ചുമ്മാ തമാശ ചോദിക്കുന്ന ചോദ്യമൊന്നും അല്ലത്. തമാശ ആണെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാമായിരുന്നല്ലോ ഈശോയ്ക്ക്. ഒത്തിരി തമാശകളെ കുറിച്ച് കിടന്ന് പറയാമായിരുന്നു. കുരിശിൽ കിടന്ന ഈശോ ചോദിച്ച ചോദ്യമാണ്, വൈ ഹാവ് യു ഫോർസേക്കൻ മീ? നീ ഉണ്ടോ? ദൈവം ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഏതൊരു ദൈവവിശ്വാസിയുടെയും കാൽ ചൂട്ടിലെ മണ്ണിളകിപ്പോകുന്ന ഒരു വല്ലാത്തൊരു അനുഭവം എല്ലാ ദൈവവിശ്വാസിക്കും ഉണ്ടാവും എന്നുള്ള സത്യമാണ്. അങ്ങനെ ഒരു അനുഭവത്തിലൂടെ നമ്മളെല്ലാവരും കടന്നു പോകേണ്ടതാണ് എന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവർക്ക് പറയാമോ ഹല്ലേലൂയ? അങ്ങനെ ഒരു ദൈവാനുഭവം അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം ഇല്ലാത്തൊരു അനുഭവത്തിൻ്റെ മേഖലകളിലൂടെ എല്ലാ വിശ്വാസികളും, കൊച്ചുവിച്ചടക്കം സകല വിശ്വാസികളും കടന്നു പോകും. ഈശോ മിശിഹായും കടന്നു പോയ അതേ വഴി. അപ്പോൾ അങ്ങനെയുള്ള ആ വിശ്വാസ മേഖല, അതാണ് ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികൾ എന്നൊക്കെ ആത്മീയമായ ക്ലാസിക്കുകളിലൊക്കെ നമ്മൾ വായിക്കുന്നത്. ആത്മാവ് വല്ലാത്തൊരു ഇരുട്ടറയിൽപ്പെട്ട അനുഭവം, വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവം, തനിക്ക് ആരുമില്ല എന്ന തോന്നലുണ്ടാകുന്ന അനുഭവം, ദൈവം ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരികയില്ലായിരുന്നു എന്ന അനുഭവം. ഇതെല്ലാ മനുഷ്യനെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്, ഉണ്ടാകും, ഉണ്ടായേ പറ്റൂ. അപ്പം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഒരിക്കലും സംഭവിക്കില്ലാത്ത ഒന്ന് സംഭവിച്ചാൽ എന്ന പോണ് നമ്മൾ പതറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വേദത്താളുകളിൽ ഇതൊക്കെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. നമ്മളിതെല്ലാം വായിച്ച് മനസ്സിലാക്കണം. സ്നാപയോഹന്നാൻ പോലും ഈശോയെ സംശയിച്ചു. ഈശോയ്ക്ക് പോലും പിതാവിൻ്റെ ആ സ്നേഹത്തിൽ സംശയം തോന്നി. കുരിശിൽ കിടക്കുമ്പോൾ അവൻ അതാണ് ചോദിക്കുന്നത്, നീ എവിടാണ്? ഈശോ നമ്മെ പോലെ ഒരു മനുഷ്യനായിരുന്നു. അവൻ്റെ കഠിന വേദനകളിൽ സർവരാലും വിവക്ഷിക്കപ്പെടുമ്പോഴവൻ ചോദിക്കുന്നു, നീ എവിടാണ്? വേറെ അറിയൂ? നീ ഉണ്ടെങ്കിൽ തന്നെ നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ടിരിക്കുന്നത്? സോ ഞാൻ വേറൊരാളെ പ്രതീക്ഷിച്ചിരിക്കണമോ? ഞാൻ നിനക്ക് ജീവിതം സാക്ഷ്യം നൽകിക്കൊണ്ട് എൻ്റെ ജീവിതത്തെ വെറുതെ കളഞ്ഞതാണോ എന്നൊരു സംശയം യോഹന്നാനെ അലട്ടുന്നു. അപ്പോൾ പ്രായോഗിക ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ ഇത് നരകത്തിൻ്റെ ഒരവസ്ഥയാണ്, പാതാളത്തിൻ്റെ ഒരവസ്ഥയാണ്. എന്താണ്? ദൈവത്താൽ കൈവിടപ്പെട്ടു പോയി എന്ന ഒരു അനുഭവം. ഈ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ പതറാൻ പാടില്ല, നമ്മൾ തളരാൻ പാടില്ല. അതാണ് ഹോപ്പ് എഗൻസ്റ്റ് ഹോപ്പ് എന്നൊക്കെ വിശുദ്ധർ പറയുന്ന ഒരു വാക്ക്. പ്രതീക്ഷയില്ലാതിരിക്കുമ്പോഴും പ്രതീക്ഷിക്കുക. പ്രതീക്ഷിക്കാനായിട്ടൊന്നും കാണുന്നില്ല, എന്നാലും പ്രതീക്ഷിക്കുക. ആശ്രയിക്കാനായിട്ട് ആരെയും കാണുന്നില്ല, എന്നാലും ആശ്രയിക്കുക. വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല, എന്നാലും വിശ്വാസേറ്റ് പറയുക. പട്ടം കൊടുക്കൽ ശുശ്രൂഷയിൽ പട്ടം സ്വീകരിക്കുന്ന വൈദികാർത്ഥി ഇങ്ങനെ പറയണം എന്ന് സഭ നിർദ്ദേശിക്കുന്നുണ്ട്. അതെന്താണെന്നറിയുമോ? ഞാൻ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും കാര്യങ്ങൾ എനിക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് പറയുന്നത്. എനിക്കിത് മനസ്സിലായാലും ഇല്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു.
അപ്പോൾ അങ്ങനെ ചില ജീവിത യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. അപ്പോഴാണ് ചിലപ്പോൾ ചിലർക്ക് പോയി മരിച്ചു കളയാം, എന്തിനാണ് ജീവിക്കുന്നത്, ആത്മഹത്യ ചെയ്യാം എന്നൊക്കെ തീരുമാനിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വരാത്ത ആളുകളുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ആരെങ്കിലുമൊക്കെ അങ്ങനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്തിനാണ് ജീവിക്കുന്നതെന്ന് ചിന്തിക്കാത്തവരുണ്ടോ? അങ്ങനെ ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കോസിന് വേണ്ടി, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ജീവിച്ചെന്നാൽ നമ്മൾ ജീവിക്കുന്ന ആ ജീവിത ലക്ഷ്യം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊന്നും നമുക്കാർക്കും പൂർത്തീകരിക്കാൻ സാധിക്കില്ല. സത്യമായ കാര്യമാണ്. നമുക്കാർക്കും നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ഋജുവായ രേഖകളിൽ കൊണ്ടു നടക്കാൻ സാധിക്കില്ല. നമ്മൾ പതനങ്ങളിൽ, താഴ്ചകളിൽ, വീഴ്ചകളിൽ പെട്ടുപോകും, കുരുക്കിൽ പെട്ടുപോകും, കൊടുങ്കാറ്റിൽ ഉലഞ്ഞു പോകും. എല്ലാ ദിവസവും ഒരേ കാലാവസ്ഥയല്ല. കാറ്റുണ്ടാവും, കോളുണ്ടാവും, വെള്ളപ്പൊക്കം ഉണ്ടാകും, പ്രളയമുണ്ടാകും, കഠിന വേനലുണ്ടാകും. ഇതെല്ലാം ജീവിതത്തിലും ഉണ്ടാകും, കാലാവസ്ഥയിലുള്ള മാറ്റം പോലെ തന്നെ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ എൻ്റെ വചനത്തിൽ അടിത്തറ ഉറപ്പിക്കുക, എൻ്റെ വചനത്തിൽ അടിത്തറ ഉറപ്പിക്കുക, എൻ്റെ വചനം നിങ്ങളിൽ ആഴത്തിൽ വസിക്കട്ടെ. കർത്താവിൻ്റെ ആ വചനം ആഴത്തിൽ വസിക്കട്ടെ. നീ എന്തിനാണ് എന്നെ ഉപേക്ഷിച്ചത് എന്ന് ചോദിക്കുന്നത് പോലും ദൈവവചനം കൊണ്ട് ചോദിക്കാനായിട്ട് പറ്റിയെന്നുള്ളതാണ് ഈശോയുടെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തിനാണ് എന്നെ ഉപേക്ഷിച്ചത്? അത് പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകളിലാണ് ചോദിക്കാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചത്. അവിടെയാണ് പ്രകാശമുണ്ടാകുന്നത്. അവിടെയാണ് കാർമേഘത്തിനിടയിൽ ഈ വൈദ്യുതി സ്ഫുലിംഗങ്ങൾ പോലെ പ്രകാശം നമ്മളിൽ കടന്നു വരുന്നത്. അവിടെയാണ് സാത്താൻ നമ്മളെ വിട്ടുപോകുന്നത്. അല്ലെങ്കിൽ സാത്താൻ നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കുവാൻ ദൈവം സാത്താനെ അനുവദിക്കുന്നുണ്ട്. ആണ് ക്രാഷ് ടെസ്റ്റ് എന്നൊക്കെ പറയും. അബ്രാഹത്തെ പരീക്ഷിച്ചതുപോലെ എല്ലാവർക്കും അത്രമാത്രം കാഠിന്യമുള്ളതല്ലെങ്കിലും ഈ പരീക്ഷണങ്ങളെല്ലാം ജീവിതത്തിന് ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും ഉണ്ട് ഈ പരീക്ഷണത്തിൻ്റെ സമയങ്ങൾ, അതിന് മണിക്കൂറുകൾ. ചിലർക്കത് ഏതാനും മണിക്കൂറുകളായിരിക്കും, ചിലർക്കത് നീണ്ട വർഷങ്ങളായിരിക്കാം. അപ്പോഴൊക്കെ ധൈര്യത്തിൽ, ഏത് ധൈര്യത്തിലാണ്? ദൈവം എന്നെ കൈവിടുകയില്ല, അതാണ് കുഞ്ഞിനെ പോലെ വിശ്വസിക്കാനായിട്ട് സാധിക്കുക എന്നൊക്കെ പറയുന്നത്. അതാണ് വിശ്വാസം എന്നൊക്കെ പറയുന്നത്. വലിയ ദാനമാണ്, അതൊന്നും എല്ലാവർക്കും വിശ്വസിക്കാനായിട്ട് സാധിക്കുകയില്ല. വിശ്വാസം പോലും ദൈവത്തിൻ്റെ ഒരു ദാനമാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഇതാണ്, ദൈവം തന്നെ നമ്മളെ താങ്ങുന്നു. നിങ്ങളിപ്പോൾ ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്നത്, നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് ഫ്രഷായി ഉടുപ്പൊക്കെ ധരിച്ച് വന്നിരിക്കുകയാണ്. സത്യത്തിൽ അങ്ങനെ അല്ല. നിങ്ങളെ ദൈവം കൊണ്ടുവന്നതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നതാണ്. ദൈവം കൊണ്ടുവന്നതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നതാണ്. അതാണ് സത്യം. കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ എവിടെയെങ്കിലും കണ്ടേനെ. അപ്പോൾ അത് മനസ്സിലാക്കുക. അതാണ് കർത്താവിൽ ദൃഢമായി ശരണപ്പെട്ടു എന്നൊക്കെ നമ്മൾ പാടുന്നത്. അതുകൊണ്ടാണത്, അത് പാടിപ്പാടി ഉറപ്പിക്കുകയാണ്. അല്ലാതെ ശരണപ്പെടാനുള്ള ഉള്ളതുകൊണ്ടൊന്നും അല്ല. നമുക്കൊന്നും അങ്ങനെ ദൈവത്തിലങ്ങനെ ആഴത്തിൽ ശരണപ്പെടാനുള്ള കഴിവൊന്നും ഉണ്ടായതുകൊണ്ടല്ല. പിന്നെയോ അതൊരു ദാനമാണ്. അതുകൊണ്ടാണല്ലോ എല്ലാ ദിവസവും ജപമാല ചൊല്ലുമ്പോൾ 3 പുണ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഒന്നിനും നിയോഗമില്ല, വേണമെങ്കിൽ വെച്ചോളണം. ഈ നിയോഗം ഒരു മസ്റ്റാണ്. ഏതാണ് ഈ 3 നിയോഗം? ദൈവത്തിൽ വിശ്വസിക്കാനും, ദൈവത്തിൽ ശരണപ്പെടാനും, ദൈവത്തെ സ്നേഹിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതൊരു പ്രാർത്ഥനയാണ്. അല്ലെങ്കിൽ ഇത് 3 നമ്മളിൽ പൂർത്തിയാകാൻ വേണ്ടിയിട്ടാണ്.
ഈ അമ്മയോട് ഈ 50 പ്രാവശ്യം നന്മ നിറഞ്ഞവരെയൊക്കെ ചൊല്ലുന്നത്. ഈ 3 പുണ്യങ്ങൾ അത് ദൈവം നമുക്ക് തരണം. അതുകൊണ്ട് ഈ വിശുദ്ധാത്മാക്കളുടെ എല്ലാം ജീവിതാനുഭവങ്ങൾ നമ്മളെയും ശക്തരാക്കണം. നമുക്കും പ്രയാസങ്ങളുണ്ടാകും, പ്രതിബന്ധങ്ങളുണ്ടാകും. നമുക്ക് മുമ്പേ കടന്നുപോയവർക്കെല്ലാം ഇതുണ്ടായിട്ടുണ്ട്. അതുണ്ടായേ മതിയാകൂ. അതുകൊണ്ടല്ലേ ഈശോ പറയുന്നത്, പ്രലോഭനങ്ങൾ അതുണ്ടായേ മതിയാകൂ. അത് ദൈവഹിതമാണ്. അങ്ങനെയാണ് മനുഷ്യ ജീവിതത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇടറിപ്പോകല്ലേ എന്നല്ല, ഇടറിപ്പോയാലും തിരികെ വരുവാൻ സാധിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇടറിപ്പോകല്ലേ എന്നല്ല, ഇടറിപ്പോയാലും തിരികെ വരുവാൻ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ കൈക്കൊള്ളണമേ ഞങ്ങളണയ്ക്കും ദിവ്യബലി. നിൻ തിരുസുതനാ ഈശോ വഴിയാ കൈക്കൊള്ളണമേ ദിവ്യബലി. ഞങ്ങളെയൊന്നാ നിൻ തിരുമുൻപിൽ കാഴ്ചയണയ്ക്കും ആദരവാ. ദിവ്യദിനത്താൽ മർത്യഗണത്തിൻ മലിനതയെല്ലാം കഴുകണമേ. നിത്യപിതാവേ കൈക്കൊള്ളണമേ ഞങ്ങളണയ്ക്കും ദിവ്യബലി. നിൻ തിരുസുതനാം ഈശോ വഴിയാ കൈക്കൊള്ളണമേ ദിവ്യബലി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മറിയൂസേപ്പിൻ്റെയും പാവന സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ നീക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടി, നമ്മുടെ രാജാവ് നമ്മോടുകൂടി, നമ്മുടെ ദൈവം നമ്മോടുകൂടി, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും അങ്ങയുടെ സുദൃഢമായ ഉത്ഥാനം വഴി അങ്ങ് മഹത്വത്തോടുകൂടെ ഉയർപ്പിക്കുമെന്ന പ്രത്യാശയിൽ മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സ്രഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏക സത്തയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയൂസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയിർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി
പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹിയും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദീസായും ശരീരത്തിന്റെ ഉയിർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. ഞങ്ങളുടെ സർവശക്തനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കനികരുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച ഈ ലോകത്ത് നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും. സ്വർഗരാജ്യത്തിന് നിത്യജീവനും കാരണമാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവിൽ ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്ന സൂക്ഷിപേക്ഷിക്കുവിൻ. ഭയഭക്തിജനമായ രഹസ്യങ്ങൾക്ക് ഉദാശയപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥം വഴി സമാധാന സമർത്ഥമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഖാതൻ സഖവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ആമേൻ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാം, ന്യായവുമാണത് യുക്തവുമാം. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു. അങ്ങേ ശുശ്രൂഷിക്കുന്ന അഗ്നിമാന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു.
പരിശുദ്ധരും അരൂപികളുമായ ക്രൂവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഓശാന ഈശനു സദതം, ഓശാന ഓശാന ഓശാന, ഓശാന ഈശനു സദതം, ഓശാന ഓശാന ഓശാന. പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ, നിരന്തരം മുഴങ്ങുന്നു വാനിലേവം, ഇഹ പരമഖിലവും അഖിലേശ്വര, മഹിമയാൽ നിറയുന്നു നിരുപമമേ. ഓശാന ഓശാന ദാവീദാത്മജൻ ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ വചനം തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മൃത്യമായ ആത്മാവോടും മൃത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിനധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാകുകയും ഞങ്ങളുടെ രക്ഷയുടെ നിത്യസ്മാരകമേർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ ദിവ്യരഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുലരുമായ ദാസരിതാ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്.
അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി. ബലഹീനമായ ഞങ്ങളുടെ പ്രകൃതിയെ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ഗീവർഗീസ് മെത്രാപ്പൊലീത്തായ്ക്കും രൂപതാധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് മെത്രാനും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസികളന്മായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയെ പ്രീതിപ്പെടുത്തിയ നീതിമാന്മാരായ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയില്ല മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം പ്രതീക്ഷിച്ച് അങ്ങയുടെ തിരുസന്നിധിയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരായ ഈ മക്കൾ ഓരോരുത്തർക്കും ഇവരുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നുവോ അവർക്കും, ആരോടെല്ലാം ഞങ്ങൾ പ്രാർത്ഥന വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവർക്ക് വേണ്ടിയും, ഇടവക സമൂഹം മുഴുവന് വേണ്ടിയും, വിദൂരങ്ങളിലായിരുന്ന ഈ പരിശുദ്ധ ബലിയിൽ പങ്കുചേരുന്നവർക്ക് വേണ്ടിയും, എളിയവരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരങ്ങളെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മിശിഹ അങ്ങയുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുന്ന് സ്വർഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ലോകം മുഴുവന് വേണ്ടിയും നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ചിപ്പോഴങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവീശോയുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും വിവേകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായവരും പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. അങ്ങയുടെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചു ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയിർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും
അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങേ നിരന്തരം പ്രകീർത്തിക്കുകയും അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യമായ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. അതിപൂജിതമാം നിൻ തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥാ ഞങ്ങളണയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രേകത്തിന് അനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ ഈശോ മിശിഹായേ, അങ്ങേ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കേണമേ. തിരുസന്നിധിങ്കൽ പാപികൾ ഏവരെയും മാടി വിളിച്ചവനാ അനുതാപികളാമേവർക്കും വാതിൽ തുറന്നു കൊടുത്തവനാ കരുണാമയനാം കർത്താവേ, നിൻ സവിധേ വന്നനവരതം നിൻ സ്തുതികൾ ഞങ്ങൾ പാടട്ടെ. കർത്താവേ, സംസ്ലിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ മൂലമായ ശരീരത്തിന് രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പ്രത്യാഗങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ള വാദനശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങൾ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനാഥനായ ദൈവത്തോടെ കൃപയും പാമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതങ്ങളും ഫലങ്ങളും ഇടിഞ്ഞ മനസാശയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലെ വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധകുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവ് ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മരക്ഷയും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ, എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ തിരുസന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ അങ്ങേ വിളിച്ചു പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്നു ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കീണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിലും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ സ്വരം മരിച്ചവരെ കല്ലറകളിൽ നിന്ന് ഉയർപ്പിക്കുന്നു. ഉയർത്തെഴുന്നേറ്റവർ തങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിച്ചവന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ദിവ്യകാരുണ്യമേ, സ്നേഹമേ, നിത്യനാം താതന്റെ സമ്മാനമേ. ദിവ്യകാരുണ്യമേ, ജീവനേ, നിത്യമാം ജീവന്റെ പൂജ്യമേ. നീതുപൂമെത്ത ഞാൻ നിന്നെ സ്വീകരിക്കാൻ, തീർത്തു പൂമാല ഞാൻ നിന്നെ ആരാധിക്കാൻ. നീതുപൂമെത്ത ഞാൻ നിന്നെ സ്വീകരിക്കാൻ, തീർത്തു പൂമാല ഞാൻ നിന്നെ ആരാധിക്കാൻ. ഉൾക്കൊള്ളുമെന്നാവിനെ ആശ്വാസച്ചിറകുകളാക്കണേ. നിന്നെ കൈക്കൊള്ളുമെൻ കൈകളെ സ്നേഹത്തിൻ ചാമരമായി മാറ്റണേ. കൃപ നൽകും ചൂടാൽ എൻ മനം ആത്മാവിൻ ജ്വാലയായി ജ്വലിക്കട്ടെ. തീരാത്ത സ്നേഹമായി നീ തൂരാതെ പീതിടണേ. തീരാത്ത സ്നേഹമായി നീ തൂരാതെ പീതിടണേ. നീതുപൂമെത്ത ഞാൻ നിന്നെ സ്വീകരിക്കാൻ, തീർത്തു പൂമാല ഞാൻ നിന്നെ ആരാധിക്കാൻ. നീതുപൂമെത്ത ഞാൻ നിന്നെ സ്വീകരിക്കാൻ, തീർത്തു പൂമാല ഞാൻ നിന്നെ ആരാധിക്കാൻ.
പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സുത്തഹവും പരിശുദ്ധവും ജീവിതായികവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദിവ്യവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് ഞങ്ങളുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. കർത്താവേ, നിൻ സന്നിധിയിൽ ഞങ്ങൾ അണയ്ക്കും പ്രാർത്ഥനകൾ, ബലികൾ, കാഴ്ചകൾ അനവരതം കനിവോടു കൈക്കൊണ്ടരുളണമേ. ആബേൽ, നോഖയും അബ്രാഹം യോബുമണച്ചൊരു ബലിയിൽ നീ കൃപയാർന്നതുപോലെ ബലിയും കൃപയോട് തൃക്കൺ പാർക്കണമേ. ഏലിയ ദിവ്യസ്നിഖന്മാർ ഇവരുടെ ബലിയും വിധവയുടെ കാണിക്കയതും കൈക്കൊണ്ട് നാഥാ കനിയണമീ ബലിയിൽ. കർത്താവേ, നിൻ ദാസർക്കായി തിരുസന്നിധിയിൽ അണച്ചിടും ബലിയിതു തൃക്കൺ പാർക്കണമേ. മൃതരുടെ പാപം മായ്ക്കണമേ. ഇന്നീ ബലി നിൻ സന്നിധിയിൽ അർപ്പിച്ചവരാമഖിലർക്കും കരുണയോടെ ഗണമഖിലേശ ദിവ്യാനുഗ്രഹമെന്നെന്നും. ശുദ്ധീകരണത്തിന് ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുഹൃദയ മാസം അവസാനിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ തിരുഹൃദയത്തിൻ്റെ ജപമാല സാധിക്കുന്നവർ നമുക്ക് മുട്ടുമിൽ നിന്നുകൊണ്ട് ചൊല്ലാം. നമ്മളെ തന്നെ നമുക്ക് ഈശോയുടെ ഹൃദയത്തിന് പ്രതിഷ്ഠയുണ്ട്. ഈശോയുടെ ഹൃദയത്തിൻ്റെ സ്നേഹം നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മിശിഹായുടെ ദിവ്യാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരുശരീരമേ, എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ തിരുരക്തമേ, എന്നെ ലഹരി പിടിപ്പിക്കണമേ. മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ, എന്നെ കഴുകണമേ. മിശിഹായുടെ പീഡാനുഭവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല ഈശോയെ, എന്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറിവുകൾക്കിടയിൽ എന്നെ മറച്ചുകൊള്ളണമേ. അങ്ങിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുവിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എന്റെ മരണനേരത്ത് എന്നെ അങ്ങേ പകലേക്ക് വിളിക്കണം. അങ്ങേ പരിശുദ്ധരോടുകൂടെ നിത്യമായി അങ്ങേ സ്തുതിക്കുവാൻ അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിന് ഒത്തതാക്കണമേ. ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ, എന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ മധുരമുള്ള ദിവ്യഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിന് ഒത്തതാക്കണമേ. ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ.
സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ, എന്റെ 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 സ്നേഹമായിരിക്കണമേ. മറിയത്തിന്റെ മധുരമുള്ള ദിവ്യഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തിയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിനൊത്തതാക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എന്റെ സ്നേഹമായിരിക്കണമേ, 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 മറിയത്തിന്റെ മാധുര്യമുള്ള തിരുഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ, ഹൃദയശാന്തതയും എളിമയുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിന് ഒത്തതാക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ മാധുര്യമുള്ള ദിവ്യഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിനൊത്തതാക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എന്റെ സ്നേഹമായിരിക്കണമേ, 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 മറിയത്തിന്റെ മാധുര്യമുള്ള തിരുഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ, ഹൃദയശാന്തതയും എളിമയുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിന് ഒത്തതാക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ അലിവുണ്ടായിരിക്കണമേ. അമലോത്ഭവ മറിയത്തിന്റെ കറയില്ലാത്ത ദിവ്യഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുഹൃദയത്തിന്റെ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും സ്നേഹിക്കപ്പെടട്ടെ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണം. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണം. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. നമുക്ക് ആവർത്തിച്ച് ചൊല്ലാം. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ആത്മാവിന്റെ സർവശക്തിയോടും കൂടെ എന്റെ ആത്മാവിന്റെ സർവശക്തിയോടും കൂടി വിശുദ്ധ കുർബാനയിൽ വാഴുന്ന വിശുദ്ധ കുർബാനയിൽ വാഴുന്ന അങ്ങേ ഞാൻ ആരാധിക്കുന്നു, അങ്ങേ ഞാൻ ആരാധിക്കുന്നു, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. എന്നോടുള്ള സ്നേഹനിമിത്തം എന്നോടുള്ള സ്നേഹം നിമിത്തം സക്രാരിയിൽ മറഞ്ഞിരിക്കുന്ന സക്രാരിയിൽ മറഞ്ഞിരിക്കുന്ന അങ്ങേ ഞാൻ വാഴ്ത്തി സ്നേഹിക്കുന്നു. അങ്ങേ ഞാൻ വാഴ്ത്തി സ്നേഹിക്കുന്നു. ലോകമെമ്പാടുമുള്ള ലോകമെമ്പാടുമുള്ള സക്രാരിയിൽ വാഴുന്ന സക്രാരിയിൽ വാഴുന്ന അങ്ങേ ഞാൻ ആത്മനാ ആരാധിക്കുന്നു. ആത്മനാ ആരാധിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ അങ്ങയോട് ചെയ്യപ്പെടുന്ന നിന്ന അപമാനങ്ങൾക്ക് അപമാനങ്ങൾക്ക് പരിഹാരം
ചെയ്യാമെന്നും മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും എല്ലായ്പ്പോഴും അങ്ങയോടൊപ്പമായിരുന്നുകൊള്ളാമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും എന്നെ മുഴുവനും അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്നെ അനുഗ്രഹിച്ച് എന്റെ രക്ഷയായിരിക്കണമേ. ദിവ്യകാരുണ്യനാഥ എല്ലാ മനുഷ്യരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് എളിമയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അങ്ങേ അറിഞ്ഞ് ഈ ലോകത്തിലും പരലോകത്തിലും നിത്യമായി അങ്ങേ സ്നേഹിക്കുവാൻ ഇടയാക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. നിത്യപുരുഷനായ യേശു, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായി അങ്ങേ പൗരോഹിത്യന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യത്തിൻ്റെ മകുടവുമായി തീരട്ടെ. അങ്ങയോട് കൂടി ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചുരുക്കുവാനും അവർ ഉത്സുകരാകട്ടെ. കർത്താവെ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിമാരെയും അൽമായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ യേശു, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിൻ മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ സ്നേഹനാഥേ. നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിൻ മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ സ്നേഹനാഥേ. നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നീത കേഴുന്നമ്മേ. നീറുന്ന മാനസങ്ങൾ
ചേർക്കണേ മക്കളെ നീ. കേൾക്കണേ രോദനങ്ങൾ, നൽകണേ നൽവരങ്ങൾ. നിൻ ദിവ്യ സുനുവിങ്കൽ ചേർക്കണേ മക്കളെ നീ. നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നിൻ മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ സ്നേഹ